ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മളെ വീട് പണി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വർഷമായിട്ട് പലരും കമൻസിലൂടെയും അതുപോലെ മെയിലായിട്ടൊക്കെ ചോദിക്കുന്ന കാര്യമാണ് വീട് പണി എന്തായി, ഹോം ടൂർ കാണിക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതുവരെയും സ്വന്തമായിട്ടൊരു വീടില്ല, റെൻറ്റ് ഹൗസിലാണ്. ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, പല ബ്ലോഗിലും വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ റെൻറ്റ് ഹൗസിൽ താമസിക്കുന്നവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ട് ഒരു വീടെന്നുള്ളത്. അപ്പോൾ അത് ചെറുതോ വലുതോ എന്നുള്ളതൊന്നും വിഷയമില്ല, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് അത് തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിങ്ങനെ വാടക വീട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ പല വീടുകളും മാറി 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 വരുമ്പോഴത്തേക്കും അത് വല്ലാത്തൊരു സംഭവമാണ്. അത് വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയാവൂ. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ആ ഏരിയ ആയിട്ട് നമ്മൾ നന്നായിട്ട് ഇടപഴകണം. അതുപോലെ തന്നെ നമുക്ക് പുതിയ സ്ഥലങ്ങളൊക്കെ പുതിയ രീതിയിലായിരിക്കും. അതായത് 2 വർഷം കൂടുമ്പോൾ ചിലപ്പോൾ മാറേണ്ടി വരും, 1 വർഷത്തിൽ നമുക്ക് മാറേണ്ടി വരും. അങ്ങനെ തന്നെയാണ് ഞാൻ ഇതുവരെയും പോയിട്ടുള്ളത്. ഇതുവരെ റെൻ്റ് ഹൗസിൽ തന്നെയാണ്. ഒരു വീട് പണിയണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് സ്ഥലമാണ്. അപ്പോൾ സ്വന്തമായിട്ട് സ്ഥലവും ഇല്ല. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്ഥലം വാങ്ങുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ആഗ്രഹങ്ങളിലൊന്നാണ് സ്ഥലം വാങ്ങുന്ന സമയത്ത് അടുത്ത് വീടുകളൊക്കെ വേണം എന്നുള്ളത്. ഞാൻ വളർന്ന ചുറ്റുപാട് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ചുറ്റുപാടും ആരെങ്കിലുമൊക്കെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറച്ച് വർഷങ്ങൾ തന്നെ ഞാൻ സ്ഥലം നോക്കി നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അടുത്ത് വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് ചിലപ്പോൾ നമുക്കത് വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലിട്ട് മാറും. ചില സ്ഥലങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. അങ്ങനെ അവസാനം എത്തിപ്പെട്ടതാണ് ഈ ഒരു സ്ഥലം. അങ്ങനെ ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അതായത് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് എല്ലാ കാര്യത്തിലും. നിങ്ങൾക്കറിയാം, ഞാനും രാജുസിയും തന്നെയാണ് ഇതിൽ വീട് സ്ഥലം വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ വീട് പണിയുന്നതാണെന്ന് എല്ലാ കാര്യവും ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇതുവരെയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത് കേട്ടോ. സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ചെറിയൊരു മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്കവിടെ വീട് പണി തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. വീട് പണിക്കായിട്ട് ഞങ്ങളൊരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോണിൻ്റെ പേര് പറഞ്ഞ് കുറച്ചധികം നാൾ നടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോഴാണ് ഒന്ന് അപ്രൂവായി കിട്ടിയത്. അത് അപ്രൂവായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് വീട് പണിയൊക്കെ മുമ്പോട്ട് പോകാമെന്നുള്ള ഒരു സ്റ്റേജും ആ ഒരു ധൈര്യമൊക്കെ ആയി. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മൾ കല്ലിടൽ ചടങ്ങിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജാണ് കേട്ടോ. അതായത് നല്ലതുപോലെ അവിടെ കാടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1-2 തവണയൊക്കെ നമ്മൾ അവിടെ കാടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പുല്ലും കാടൊക്കെ നല്ലതുപോലെ വരും. അപ്പോഴത്തേക്കും 1-2 തവണയൊക്കെ നമ്മൾ ആളൊക്കെ നിർത്തി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഒരു മഴയിൽ വീണ്ടും അത് ഉണ്ടാവും. പിന്നെ 2 മാസം കഴിയുമ്പോൾ വീണ്ടും പുല്ലുണ്ടാവും. അത് നമുക്ക് അറിയാമെന്നുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ JCB കൊണ്ടാണ് കറക്റ്റ് ക്ലീൻ ആക്കിയത്. കാരണം വെച്ചാൽ അവിടെ കുറച്ച് നിരപ്പില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതൊന്ന് നിരപ്പാക്കാനായിട്ട് നമ്മൾ JCB കൊണ്ടാണ് കറക്റ്റായിട്ട് ആ സ്ഥലമൊക്കെ ഒന്ന് നിരപ്പാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് ഞങ്ങളുടെ വീടിൻ്റെ കല്ലിടൽ ചടങ്ങ്. എന്തുമാത്രം സന്തോഷം ഉള്ള നിമിഷമാണെന്ന് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇത് ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ്, ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് എന്ത് കാര്യങ്ങളും ഒരു ആഗ്രഹമുള്ള ഒരു കാര്യം, അയ്യോ നമുക്ക് വീട് പണിയണം, വീട് വെക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം, ഇപ്പോൾ വേണ്ട, അത് പിന്നീടാകട്ടെ, അങ്ങനെ പറഞ്ഞ് ഇത്രയും നാളും അങ്ങനെ തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു സ്വപ്നമാണ് ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്നത്. വീട് പണി തുടങ്ങാറായി എന്നുള്ള ആ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ടെൻഷനാണ്, ആർക്കാണ് അതായത് നമ്മളെല്ലാവരുടെയും വീട് എന്ന് പറയുന്ന ഒരു സ്വപ്ന ഭവനമാണ്. ആ ഒരു വീട് നമ്മൾ ആരെ ഏൽപ്പിക്കും നന്നായിട്ട് ചെയ്തു തരാം, നമ്മുടെ ആ സ്വപ്നം പോലെ ആ ഒരു വീട് ആര് ചെയ്തു തരും എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. എല്ലാവരും പോലെ തന്നെ ഞാനും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഇൻസ്റ്റയിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയതായിട്ടൊരു ടീമാണ് ക്രിയോ ഹോംസ് എന്ന ടീമിനാണ് നമ്മുടെ വീടിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ എറണാകുളം ബേസ്ഡാണ് കേട്ടോ. എറണാകുളത്താണ് അവരുടെ ഓഫീസുള്ളത്. കല്ലിടൽ ചടങ്ങിൻ്റെ അന്നത്തെ ദിവസം ക്രിയോ ഹോംസിൻ്റെ മാനേജിങ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ വളരെ സന്തോഷകരമായ ദിവസത്തിൽ നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് പോലുള്ള അത്ര അടുത്ത ഫ്രണ്ട്സാണ് കേട്ടോ. ഇത് രാജുസിയുടെ ഫ്രണ്ട്സാണ്. രാജുസിയുടെ ഫ്രണ്ട്സ് ഇപ്പോൾ എൻ്റെയും കൂടി ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഒരുപാട് തിരക്ക് പിടിച്ചതും ഒരുപാട് സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. കുറേ ദിവസമായിട്ട് കിണർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിണർ വെട്ടുകാർ നമ്മളടുത്ത് പറയുമല്ലോ, വെള്ളം കിട്ടാറായി, ഇനിയിപ്പോൾ നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ ആകാംക്ഷയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ വിളിച്ച് പറഞ്ഞു വെള്ളം കിട്ടി, വെള്ളം കണ്ടു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഓടിച്ചാടി വന്നതാണ് വെള്ളം കാണാനായിട്ട്.
അത് വല്ലാത്തൊരു സന്തോഷമുള്ള നിമിഷം തന്നെയായിരുന്നു ആ വെള്ളം കണ്ടപ്പോൾ. കാരണം നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസമായിരുന്നു. വെള്ളം കിട്ടുമോ വെള്ളം കിട്ടില്ലേ എന്നുള്ളൊരു ഇത് ഇപ്പം അങ്ങനെ വെള്ളം കണ്ടപ്പോൾ വളരെ സന്തോഷം. പിന്നെ നമ്മളെവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ വേറെ പണികളൊന്നുമില്ല. അതിപ്പോൾ അവർ തുടങ്ങി അപ്പോൾ തന്നെ വെള്ളം കാണുകയാണെന്നുണ്ടെങ്കിൽ കൂടി പിന്നീട് വെട്ടുക ഒന്നും ചെയ്യില്ല. പിന്നെ തൊട്ടടുത്ത ദിവസം മാത്രമേ കിണർ വെട്ടാൻ വേണ്ടി വരുള്ളൂ. അങ്ങനെ ഒരു 2-3 ദിവസം കൂടി വർക്കുണ്ടായിരുന്നു. അത്യാവശ്യം വെള്ളമുള്ള ഒരു കിണർ തന്നെയാണ്. പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ എല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പുള്ള ആ പില്ലേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് ആ മെഷർമെൻറ്റ് എന്ന അളന്നവർ ഇടുന്നതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള പില്ലേഴ്സ് എടുക്കുന്ന ആ ഒരു വീഡിയോ, പില്ലേഴ്സിനെ കുഴിയെടുക്കുന്നതൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്തൊരു വ്ളോഗിലിടാം. നമ്മുടെ ഈ കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3-4 മാസം ആവുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വ്ളോഗ് ഇടാൻ കുറച്ച് ലേറ്റ് ആകുന്ന ആളാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. അത് തന്നെയാണ് ഇവിടെയും. ഒരു 3-4 മാസം ആയിട്ടുണ്ട് നമ്മുടെ കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞിട്ട്. അപ്പോൾ കുറച്ചും കൂടി അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെത്. അപ്പോൾ ഞാൻ അതെല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം വീഡിയോ ഓരോന്നായിട്ട് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഒരു വീട് പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആകുന്ന എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുമായി ഷെയർ ചെയ്യാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളൊന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് തന്നെയാണ് ഈ വീട് പണി എന്ന് പറയുന്നത്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് സന്തോഷം. സ്വന്തമായിട്ടൊരു വീടില്ലാത്തവർക്കും അതുപോലെ തന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ നിങ്ങളുടെ അനുഗ്രഹവും സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൂടെ ഉണ്ടായിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.